സ്ത്രീകൾക്ക് സൗജന്യ യാത്ര, അതിൽ സ്ത്രീകൾ തമ്മിൽ യാതൊരു വ്യത്യാസങ്ങളുണ്ടാവില്ല. പാവപ്പെട്ടവരെന്നോ പണക്കാരെന്നോ ഉദ്യോഗസ്ഥരെന്നോ അങ്ങനെയൊന്നുള്ള വ്യത്യാസം, APL BPL വ്യത്യാസങ്ങളൊന്നുമില്ല. ഏത് സെക്ടറിലാണോ കൊടുക്കുന്നത് അത് പൂർണ്ണമായും സ്ത്രീകൾക്കുള്ളതായിരിക്കും. അതുപോലെ തന്നെ ട്രാൻസ്ജെൻഡർ പേഴ്സൺസിനുള്ള അതും ഇതിന് കൂടെ. ഇപ്പോൾ 60 കോടി രൂപയാണ് ഓർഡിനറിയിൽ മാത്രമാണെങ്കിൽ. 712 കോടി രൂപ ഓർഡിനറി മാത്രമാണെങ്കിൽ, ഒരു 1300 കോടി രൂപ വരെ എല്ലാറ്റിലും ആണെങ്കിൽ. ഇതാണ് എൻ്റെ രണ്ട് വ്യത്യാസം. അപ്പോൾ അതിൽ നമുക്ക് ഉചിതമായൊരു തീരുമാനം എടുക്കുക. ഏത് തീരുമാനം എടുത്താലും ഗവൺമെന്റ് അത് സബ്സിഡൈസ് ചെയ്യും. KSRTCയുടെ ടിക്കറ്റ് വരുമാനത്തിൽ നിന്ന് അല്ലെങ്കിൽ ടിക്കറ്റേതര വരുമാനത്തിൽ നിന്ന് അത് കൊടുക്കാൻ കഴിയില്ല. കാരണം KSRTC ഇപ്പോൾ തന്നെ ശമ്പളത്തിനും പെൻഷനും വേണ്ടി ഗവൺമെന്റ് ഏതാണ്ട് 125 കോടി രൂപ പ്രതിമാസം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഇതൊരു സ്പെഷ്യൽ ആയിട്ടുള്ള ഹെൽപ്പായിട്ട് KSRTC ഗവൺമെന്റ് തരും. ഗവൺമെന്റിന്റെ പ്രോഗ്രാം നൽകി.